നമസ്കാരം. മെസ്സിയെയും പറഞ്ഞു പറ്റിച്ചതാണ്. കോടികളുടെ ഡോളർ കടത്തിയത് അവരാണ്. അർജന്റീനിയൻ ഇതിഹാസ താരം ലയണൽ മെസ്സിയെ എത്തിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയത്, $1.5 കോടി അന്താരാഷ്ട്ര കരാറിൽ വൻ ക്രമക്കേട് കാട്ടിയത്. സത്യത്തിൽ ഇതിൻ്റെ എല്ലാം ഒരു നിജസ്ഥിതിയുണ്ട്. അതിൻ്റെ ഒരു നേരറിയേണ്ടതുണ്ട് പൊതുജനത്തിന്. അതിന് അന്വേഷണം വേണം. ആദ്യം വിജിലൻസ് അന്വേഷിക്കട്ടെ, അതിനുശേഷം CBI വരട്ടെ. എന്തായാലും ജനത്തിന് നേരറിയണം. ലോക ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച് നടത്തിയ വൻ തട്ടിപ്പിൻ്റെ ചുരുളുകളാണ് അങ്ങനെ അഴിയുന്നത്. ഒരു സ്വകാര്യ സ്ഥാപനം സർക്കാരിൻ്റെ ഔദ്യോഗിക അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ $1.5 കോടി അതായത് ഏകദേശം 125 കോടിയിലധികം രൂപയുടെ അന്താരാഷ്ട്ര വാണിജ്യ കരാറിൽ ഒപ്പുവയ്ക്കുന്നു. സംസ്ഥാനത്തിൻ്റെ പേരും സർക്കാർ സംവിധാനങ്ങളും വിദേശ ഏജൻസിക്ക് വാഗ്ദാനം ചെയ്ത ഈ വൻകിട കരാർ പിന്നീട് സർക്കാരിൻ്റെ ഔദ്യോഗിക ഫയലുകളിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നത് ഞെട്ടിക്കുന്ന വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം കണ്ടെത്തേണ്ടത് കാതലായ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. ആരുടെ അറിവോടെയാണ് ഇത് നടന്നത്? ആരനുമതി നൽകി? എന്തുകൊണ്ട് ഈ കരാർ സർക്കാർ ഫയലുകളിൽ നിന്ന് മനഃപൂർവ്വം മറച്ചുവെച്ചു? ആരാണ് ഇതിന് ഉത്തരവാദി? ഭരണകേന്ദ്രങ്ങളിലെ ഉന്നതരുടെ അറിവോടും ഒത്താശയോടും കൂടിയാണ് ഈ തട്ടിപ്പ് നാടകം നടന്നത് എന്ന സംശയം ഇതോടുകൂടി ശക്തമായിട്ടുണ്ട്. സമഗ്രമായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിക്കുന്നതോടെ ഇതിന് പിന്നിൽ കളിച്ച മുഴുവൻ പേരും കുടുങ്ങുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. മെസ്സി വരുമെന്ന വ്യാജ വാഗ്ദാനം മുൻനിർത്തി സർക്കാർ തലത്തിൽ അനുമതി നൽകുന്നതിന് ആഴ്ചകൾക്ക് മുൻപാണ് സ്വകാര്യ കമ്പനി വിദേശ കായിക സംഘടനയുമായിട്ട് കോടികളുടെ കരാറിൽ ഏർപ്പെട്ടത്. കായിക വകുപ്പിൻ്റെ പ്രത്യേക ഉത്തരവ് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ വൻകിട കരാർ യാഥാർത്ഥ്യമാക്കിയതിൻ്റെ സമയക്രമം പരിശോധിക്കുമ്പോൾ തന്നെ വലിയ ഗൂഢാലോചനകൾ തെളിയുന്നു എന്നുള്ളതാണ്. യാതൊരു നിയമസാധുതയുമില്ലാതെ മുൻകൂട്ടി കരാർ ഒപ്പിട്ടത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട കരാറിൻ്റെ കരട് സമർപ്പിക്കുവാനും സ്പോൺസറും സർക്കാരും തമ്മിലുള്ള നിബന്ധനകൾ ധനനിയമ വകുപ്പുകൾ പരിശോധിച്ച് വ്യക്തത വരുത്തുവാനും നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഈ മേൽനോട്ട സംവിധാനങ്ങളെയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് നിശ്ചിത തീയതിക്ക് മുൻപ് തന്നെ കരാർ ഒപ്പുവയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഉന്നത ഉദ്യോഗസ്ഥരെയും വകുപ്പുകളെയും ഇരുട്ടിൽ നിർത്തിയാണ് ഈ തട്ടിപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. പിന്നീട് സർക്കാരിൽ സമർപ്പിച്ച അപേക്ഷകളിലോ ഫയൽ കുറിപ്പുകളിലോ തുടരനുമതികൾ ആവശ്യപ്പെടുമ്പോഴും വിദേശ ഏജൻസിയുമായി കോടികളുടെ കരാറിൽ ഒപ്പുവെച്ച വിവരം കമ്പനി മനഃപൂർവ്വം മറച്ചുവെച്ചു. വിദേശ ഫുട്ബോൾ ടീമിനെ കൊണ്ടുവരുന്നതിൻ്റെ മറവിൽ നടന്ന ഈ വലിയ മറച്ചുവെക്കൽ അത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണോ എന്ന് സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട്. സർക്കാരുമായി ഔദ്യോഗിക പങ്കാളിത്തമില്ലാത്ത ഒരു സ്വകാര്യ സ്ഥാപനമാണ് മെസ്സിയുടെ സന്ദർശനത്തിൻ്റെ പേരിൽ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ മുഴുവൻ വിഭവങ്ങളും സംവിധാനങ്ങളും വിദേശ ഏജൻസിക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തത്. വിദേശ താരങ്ങളുടെ സന്ദർശനം, സുരക്ഷ, വിശിഷ്ടാതി സൽക്കാരം, മറ്റൊന്ന് ഔദ്യോഗിക പ്രോട്ടോകോൾ എന്നിവ സ്പോർട്സ് വകുപ്പ് സൗജന്യമായി ഉറപ്പാക്കുമെന്നായിരുന്നു കരാറിലെ പ്രധാന വാഗ്ദാനം. അപ്പോൾ ഇതിനു പുറമെ കവിഞ്ഞ സുരക്ഷാ ക്രമീകരണങ്ങളും കവചിത വാഹനങ്ങളടക്കമുള്ള പോലീസ് അകമ്പടിയും 24 മണിക്കൂറിൽ ലഭ്യമാക്കുമെന്നും സ്വകാര്യ കമ്പനി വാഗ്ദാനം നൽകുന്നു. സർക്കാരുമായി നേരിട്ട് കരാറിലെത്താത്ത ഒരു സ്വകാര്യ സ്ഥാപനത്തിന് ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക സുരക്ഷാ സംവിധാനങ്ങൾ വിട്ടുകൊടുക്കുവാൻ എന്ത് അധികാരമാണ് ഉണ്ടായിരുന്നത് എന്ന അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട്. മെസ്സി പങ്കെടുക്കുന്ന മത്സരങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകളോ ചിലവുകളോ സർക്കാർ വഹിക്കില്ല എന്ന് അതിനു മുൻപ് തന്നെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. എന്നാൽ സ്വകാര്യ കരാറിലാകട്ടെ സർക്കാരിൻ്റെ സുപ്രധാന സുരക്ഷാ പ്രോട്ടോകോൾ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും സൗജന്യമായി ലഭ്യമാക്കുമെന്നാണ് വിദേശ ഏജൻസികൾക്ക് വാഗ്ദാനം നൽകിയത്. ഇത് സാമ്പത്തികമായിട്ടുള്ള അട്ടിമറിക്കും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനത്തിനും വഴിവെച്ചു. അതിശയകരമായിട്ടുള്ള മറ്റൊരു വസ്തുത, മെസ്സിയെ കൊണ്ടുവരുവാൻ തയ്യാറാക്കിയ ഈ അന്താരാഷ്ട്ര വാണിജ്യ കരാറിലെ ഔദ്യോഗിക വിവര വിനിമയത്തിന് സ്വകാര്യ കമ്പനി നൽകിയിരിക്കുന്നത് സ്പോർട്സ് മന്ത്രിയുടെ ഔദ്യോഗിക ഇമെയിൽ വിലാസമാണ്. സർക്കാരിൻ്റെ അതീവ സുരക്ഷിതമായിട്ടുള്ള ഇമെയിൽ വിലാസം ഒരു സ്വകാര്യ സ്ഥാപനം വാണിജ്യ കരാറുകളിൽ ദുരുപയോഗം ചെയ്യാൻ ആരാണ് അനുമതി നൽകിയെന്നുള്ളത് വ്യക്തമാക്കേണ്ടതല്ലേ? സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് തൻ്റെ ഔദ്യോഗിക പദവി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്വകാര്യ തട്ടിപ്പ് ആ കരാറിൽ സാക്ഷിയായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത് അദ്ദേഹം ഏത് അധികാരത്തിൻ്റെ പിൻബലത്തിലാണ് ഈ സ്വകാര്യ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടിൽ പങ്കാളിയായത് എന്നും സ്പോർട്സ് കൗൺസിൽ ഇതിലെന്തെങ്കിലും പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്നുമൊക്കെ ഉന്നതതല അന്വേഷണത്തിൽ പുറത്തു വരേണ്ടത്. ഇത് കേവലം മെസ്സിയുടെ ഒരു പ്രദർശന മത്സരം സംഘടിപ്പിക്കലല്ല, മറിച്ച് താരം വരുന്നത് മുൻനിർത്തി നടത്തുന്ന വൻകിടമായിട്ടുള്ള വാണിജ്യ കച്ചവടമായിരുന്നു. ലാറ്റിൻ അമേരിക്ക ഒഴികെയുള്ള ആഗോള സംരക്ഷണാവകാശവും സ്പോൺസർഷിപ്പ്, പരസ്യം എന്നിവ വഴിയുള്ള വരുമാനത്തിൻ്റെ 70% സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്ന രീതിയിലുള്ള അത്രത്തോളം വലിയൊരു പ്രോജക്റ്റായിരുന്നു.
അപ്പോൾ ലാറ്റിൻ അമേരിക്ക ഒഴികെയുള്ള ആഗോള സംപ്രേക്ഷണാവകാശവും സ്പോൺസർഷിപ്പ്, പരസ്യം എന്നിവ ഒഴികെയുള്ള വരുമാനത്തിൻ്റെ 70% സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്ന രീതിയിലുള്ളൊരു കരാർ. കേരളത്തിൻ്റെ പേരുപയോഗിച്ച് കമ്പനി കൊയ്ത ലാഭത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ വരെ അന്വേഷിക്കേണ്ടി വരും. തുടർന്നുണ്ടായിട്ടുള്ള ധാരണകൾ പ്രകാരം മത്സരങ്ങളുടെ എണ്ണം 2ൽ നിന്ന് 1 കുറച്ചപ്പോഴും കരാർ തുകയായിട്ടുള്ള $1.5 കോടി യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. മെസ്സിയെയും ടീമിനെയും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് തുകയിൽ മാറ്റം വരുത്താതെ തുടർന്ന ഈ വൻ സാമ്പത്തിക ഇടപാട് സർക്കാരിൻ്റെയോ ധനവകുപ്പിൻ്റെയോ അറിവോടെയാണോ എന്ന് കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. സംസ്ഥാന ചരക്ക് സേവന നികുതി, അതായത് GST അധികൃതർ നൽകിയ മൊഴിയിലും കമ്പനി പച്ചക്കള്ളമാണ് പറഞ്ഞതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ തങ്ങൾ നേരിട്ട് വിദേശ സംഘടനയുമായിട്ട് കരാറുണ്ടാക്കിയിട്ടില്ല എന്നും സർക്കാരാണ് ഇതിന് പിന്നിലെന്നും കമ്പനി പ്രതിനിധി മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന കരാർ, ആ രേഖകൾ ഈ മൊഴിയെല്ലാം തെറ്റാണ് എന്നും സർക്കാരിൻ്റെ പേരിൽ നടത്തിയത് വലിയ തട്ടിപ്പാണ് എന്നും തെളിയിക്കുന്നു. അപ്പോൾ വിദേശ പണമിടപാടുകൾക്കായിട്ട് മൂന്നാമതൊരു നിഴൽ ഏജൻസിയാണ് ഇവർ ചുമതലപ്പെടുത്തിയത്. കരാറിലെ ഈ പറയുന്ന ബാങ്ക് വിവരങ്ങളും അന്താരാഷ്ട്ര പണമിടപാട് രേഖകളിലെ വിവരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, അതായത് ഫെമ ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമങ്ങളുടെ ലംഘനവും കള്ളപ്പണ ഇടപാടുകളുടെ അടക്കമുള്ള കാര്യങ്ങളുമൊക്കെ ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന് വിദേശകാര്യ കേന്ദ്ര ധനകാര്യ ഏജൻസികൾ പരിശോധിക്കേണ്ടി വരും. അതായത് മെസ്സിയുടെ വരവ് പ്രതിസന്ധിയിലായതോടുകൂടി വിദേശ ഏജൻസി തിരികെ നൽകേണ്ട $5.5 മില്യൺ, അതായത് ഏകദേശം 45 കോടി രൂപ ഈ സ്വകാര്യ കമ്പനിക്ക് ലഭിച്ചോ എന്നതിനും നിഗൂഢത നിലനിൽക്കുന്നു. രേഖകളിൽ ഈ തുക തിരികെ നൽകണമെന്ന് പറയുന്നുണ്ടെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം തിരിച്ചെത്തി എന്നതിന് യാതൊരു തെളിവുകളുമില്ല. സർക്കാർ അനുമതികൾ നൽകിയ സമയത്തോ ധനനിയമ വകുപ്പുകൾ ഫയൽ പരിശോധിച്ചപ്പോഴോ ഈ പ്രധാന കരാർ രേഖകൾ എവിടെയും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളിലൂടെയാണ് മെസ്സിയുടെ പേരിൽ നടന്ന ഈ വലിയ ക്രമക്കേട്, തട്ടിപ്പ് പുറത്തു വരുന്നത്. ആ രേഖ ആരുടെ കസ്റ്റഡിയിലായിരുന്നുവെന്നും എന്നാൽ ആരാണ് സർക്കാരിൽ നിന്ന് ഇത് മറച്ചുവെച്ച് ജനങ്ങളെയും ആരാധകരെയും വഞ്ചിച്ചത് എന്നും അന്വേഷിച്ചു കണ്ടെത്തുന്നതോടുകൂടി ഈ വൻ സ്രാവുകൾ ഇതിനകത്ത് വലയിലാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ പറഞ്ഞതുപോലെ മെസ്സിയെയും പറഞ്ഞു പറ്റിക്കുവാൻ കഴിയുന്ന ഒരു സർക്കാരായിരുന്നു മുൻ സർക്കാരെന്നും കോടികളുടെ ഡോളർ കടത്തിയതിന് പിന്നിൽ ഈ ചിലരുടെ ഒത്തുചേരലുകളാണ് എന്നുകൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു.